tall buildings as the chemicals they take us high. The night's young and it's just begun as she puts her hand in mine. ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും എന്തെടുക്കണോ? ഞാൻ വിചാരിച്ചത് നമുക്കൊരു കുട്ടി വ്ളോഗ് ചെയ്യാം. കുറച്ചായില്ലേ ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് അങ്ങനത്തെ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വ്ളോഗ് ചെയ്യാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇന്ന് എന്തൊക്കെയാണ് പരിപാടികളെന്നൊക്കെ കാണിക്കാം, നിങ്ങളോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കാം. ഞാൻ വിചാരിക്കാം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനത്തെ ഇരുന്ന് സംസാരിക്കണ പോലത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാതെ, കാരണം നമ്മൾ തീരെ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാറില്ലല്ലോ. ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാതെ ഞാൻ എൻ്റെ ബാൽക്കണി കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ വിശേഷങ്ങളൊന്നും നിങ്ങൾ അറിയാറില്ലല്ലോ. ബാൽക്കണിയിൽ മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒരു കയ്യിൽ ജ്യൂസാണ്. എൻ്റെ ബാൽക്കണി കാണിച്ചു തരാം കേട്ടോ. ബാൽക്കണിയിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ബാൽക്കണിയിൽ മുൻപുണ്ടായിരുന്ന മാറ്റ് ഞാൻ മാറ്റി. എന്നിട്ട് മാറ്റ് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബാൽക്കണി സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. എന്ത് ഞാനീ പറയുന്നത്? കുറേ നാൾ വ്ളോഗ് ചെയ്യാണ്ടിരുന്നിട്ടാണെന്ന് എന്തൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ബാൽക്കണിയിലെ മാറ്റ് മാറ്റിയിട്ട് ചെടികളൊക്കെ വെച്ച്, ചെടികൾ വെച്ചതല്ല, നമ്മുടെ ഉണ്ടായിരുന്ന ചെടികൾ ഞാൻ പരിപാലിക്കാനായിട്ട് തുടങ്ങി. മറ്റേ ഞാൻ ചെടികൾക്ക് അങ്ങനെ വലിയ തോതിലുള്ള ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതെന്താണെന്നറിയോ? ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ABC ജ്യൂസ്, ഗ്ലൂട്ടാത്തയോൺ ജ്യൂസോ അങ്ങനത്തെ ഒരു ജ്യൂസ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞേക്കണില്ലേ. ഇത് ആക്ച്വലി അതല്ല, അതിനകത്ത് ബീട്രൂട്ട് ഇടുന്നുണ്ട്. എനിക്കറിയാമല്ലോ നിങ്ങൾ എങ്ങനെ ബീട്രൂട്ട് കഴിക്കുക. എനിക്ക് ബീട്രൂട്ട് ഇങ്ങനെ മറ്റേ കറി വെച്ച് ഇങ്ങനെ തോരനാക്കി കഴിക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. പക്ഷെ അല്ലാതെ ജ്യൂസ് അടിച്ചാൽ എന്തൊരു പന്ന ടേസ്റ്റാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. എനിക്ക് ഇങ്ങനെ പച്ച ചവച്ചിട്ട് കഴിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ക്യാരറ്റ്, ആപ്പിള്, ഇഞ്ചി, ഇതിൻ്റെ ഞാൻ നെല്ലിക്ക ഇടാറുണ്ട്. നെല്ലിക്ക 2 ദിവസമായിട്ട് തീർന്നു, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നെല്ലിക്ക ഇല്ല. അല്ലെങ്കിൽ നെല്ലിക്ക ഇടും. പിന്നെന്താ മാത്രം ഇടാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യും. തീരെ മധുരം ഇല്ലെങ്കിൽ ഇച്ചിരി മധുരം എടുത്ത്, മധുരം ഉണ്ട്, ആപ്പിളിൻ്റെ ഒക്കെ മധുരം ഉണ്ടാവുമല്ലോ. ഇത് ആക്ച്വലി നല്ല കേട്ടോ. നിങ്ങൾ രാവിലെ കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല, നമ്മളുടെ ഡൈജഷന് നല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്ന് ഭയങ്കര ബെറ്റർ ആവും എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഡൈജഷൻ കറക്റ്റ് ആവാനായിട്ടൊക്കെ നല്ലതാണ്. പിന്നെ ഇപ്പം ഇങ്ങനെ കുറേ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഇങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇങ്ങനെ ഇത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഐസ് ക്യൂബ് ആക്കും. ഐസ് ക്യൂബ് ആക്കിയിട്ട് ആ ഐസ് ക്യൂബ് ചൂടുവെള്ളത്തിലിട്ട് മിക്സ് ചെയ്യും. എന്തിന് അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടല്ലോ, നമുക്ക് ഈ ചൂടുള്ള വെള്ളത്തിലോട്ട് തണുപ്പ് സാധനം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. അതകത്ത് എത്തുമ്പോഴേക്കും പിന്നെ ഈ കട്ടയായിട്ടുള്ള സാധനം ഈ പച്ചവെള്ളത്തിനകത്ത് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അത് ഡൈല്യൂട്ട് ആയതിൻ്റെ എഫക്റ്റ് കുറയല്ലേ ചെയ്യുക. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അത് കഴിക്കുന്നതല്ലേ നല്ലത്. ഞാൻ അങ്ങനെ ഈ പല വീഡിയോസ് ആകുമ്പോൾ എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണേ. അപ്പോൾ അതൊന്നും പറയാറില്ല. ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയണം അല്ലേ. ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ല കേട്ടോ. ഡീടോക്സിഫിക്കേഷൻ അല്ല, സ്കിൻ പ്യൂരിഫിക്കേഷൻ അല്ല, സ്കിന്നിലെ പിമ്പിൾസൊക്കെ ഇങ്ങനെ വരാതിരിക്കാനായിട്ട് നല്ല, ഗ്ലാസ് സ്കിന്നൊക്കെ വലിയ അങ്ങനെയൊക്കെ വരാനൊക്കെ ഇട്ട് നല്ല. പിന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടി, ഇന്ന് ഞാൻ ത്രെഡ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാട്ടുമാകാതീനെ പോലെ ഇരിക്കുന്നു നോക്കി. ഫുള്ള് ഇങ്ങനെ കാട് പിടിച്ചിരിക്കുകയാണ്. എൻ്റെ നെറ്റ് മുഴുവനും നല്ല കാട് പിടിച്ചിട്ടിരിക്കുക. അപ്പോൾ അതൊന്ന് മാറ്റി ഒന്ന് വെട്ടിത്തളിക്കണം. പിന്നെ അതാണ് മെയിനായിട്ടല്ലേ. പിന്നെ എന്തായാലും ത്രെഡ് ചെയ്യാൻ പോകണോണ്ട് ഞാൻ വിചാരിച്ചത് നമുക്കൊരു പെഡിക്കറും കൂടെ അയക്കാം. പെഡിക്കറും കൂടിയിട്ടൊന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണം. എന്തായാലും അവിടെ വരെ പോകണം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെഡിക്കർ എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ഈ കാലിൻ്റെ അവിടെ ഇങ്ങനെ ഈ സ്ക്രബ് ചെയ്ത് കളയും തോറും അവിടെ കട്ടിയായിട്ട് വരും. ശരിക്കും വീട്ടിൽ ചെയ്യുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കളയുമ്പോഴേക്കും അത്ര പ്രശ്നമില്ല. പക്ഷെ അല്ലാതെ ഞാൻ അവിടെ പോയി ഉരച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് 1 മാസം കൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ട് അവിടെ വരും. പക്ഷെ എനിക്ക് അവർ ചെയ്യുന്ന ആ ഒരു ഫീൽ എനിക്കിഷ്ടം. അങ്ങനെ ഇരുന്ന് അവർക്ക് മസാജൊക്കെ ചെയ്ത് അവരൊരു ഫീൽ എനിക്കിഷ്ടമായതുകൊണ്ടിട്ട് ഞാൻ പോയി ചെയ്യാം. ഒരു ബുക്ക് വായിച്ചതിൽ ഒരു കൈ ക്യാമറ പിടിക്കണം, ബ്രഷ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബുക്ക് വായിച്ചതിനകത്ത് കണ്ട കേട്ടോ. നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ വലിയ പാടായില്ല.
നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ചെറുവിരലില്ലേ, ചെറുവിരലിൻ്റെ ഇത്രയും ആണ് ടൂത്ത് പേസ്റ്റ് എടുക്കേണ്ടതെന്ന് ഞാനൊരു ബുക്ക് വായിച്ചപ്പോൾ കണ്ടയാ. അതെവിടെ നമ്മുടെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് നമ്മുടെ അളകാപുരിയുടെ അപ്പുറത്തെ പള്ളിയാ. അവിടെ ആരും എന്നെ ഏതോ ബിഷപ്പ് ആരാണ് അവിടെ പോയി നോക്കാം. Let's have some breakfast. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം. നമുക്കൊരു കോൾഡ് കോഫി ഉണ്ടാക്കിയാലോ? ഇത്തവണത്തെ സമ്മർ ഭയങ്കര ചൂടാണല്ലേ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർത്തൊഴുകണേണ്. ഞാൻ വിചാരിച്ചു നമുക്കൊരു കോൾഡ് കോഫി ഉണ്ടാക്കാം. ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കാനായിട്ട് അല്ല, കുറച്ച് നാളായിട്ട് ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കോൾഡ് കോഫി ഞാൻ ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് നെസ്കഫേയുടെ ഐസ് റോസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം മമ്മി ഇവിടെ വന്നപ്പോഴേക്കും ഇത് വെച്ചിട്ട് ചൂട് കാപ്പി കാപ്പി ഉണ്ടാക്കില്ലേ, കാപ്പി ഇത് വെച്ചുണ്ടാക്കി. അപ്പം എനിക്കൊന്ന് കാപ്പി ഉണ്ടാക്കിയാലും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അതേപോലത്തെ ഓക്കെ. അപ്പോൾ ഞാൻ വേറെ മേക്കപ്പോ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ജസ്റ്റ് ത്രെഡ് മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇല്ലെങ്കിൽ സൈഡിൽ കൊടുത്തേക്കാം. ഈ ഒരൊറ്റ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ ഫേസ് ഇൻസ്റ്റൻ്റ്ലി മാറുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഒരു ബ്ലഡിൻ്റെ പോലത്തെ ഒരു കളറാട്ടോ കേട്ടോ. ഇൻസ്റ്റൻ്റ്ലി എൻ്റെ ഫേസ് എന്തോരം ബ്രൈറ്റായി നോക്ക്. ഇപ്പോഴത്തെ ചൂടിലുണ്ടല്ലോ വെളിയിലോട്ട് ഇറങ്ങാനേ തോന്നൂല, അതേപോലത്തെ ചൂടാണ്. ഭയങ്കര ക്ഷീണം വരുന്ന ചൂടാണ്. എനിക്കുണ്ടോ അങ്ങനെ ഇങ്ങനെ ടയേർഡ്. ഹൗ യു ഫീൽ? ആർ യു ഫീലിംഗ് ടയേർഡ്? ഞങ്ങൾ നാളെ കൊല്ലത്ത് പോകുമല്ലോ ഈസ്റ്റർ ആഘോഷിക്കാൻ. ഇച്ചിരി മാറിപ്പോയെന്ന് തോന്നുന്നല്ലേ. ചെയ്താൽ കുട്ടി പറഞ്ഞ് ഒരുപാട് വളർന്നുകൊണ്ടും പിന്നെ എൻ്റെ ഇവിടെ ഹെയർ കുറവാണ് കണ്ടോ. അതെനിക്ക് തോന്നുന്നു ഞാൻ ഈ എക്സ്പയർഡ് ആയിട്ടുള്ള ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നു. ഞാൻ ഐബ്രോ പെൻസിൽ അത്ര കണ്ട് നോക്കാറില്ല. പഴയതാണെങ്കിലൊക്കെ എടുത്ത് ഞാൻ വരയ്ക്കാറുണ്ട്. അതെൻ്റെ ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതാവണത്. എന്തായാലും നമുക്ക് ഐബ്രോസ് ഗ്രോ ചെയ്യാനുള്ള ഹാക്സ് ചെയ്ത് തുടങ്ങാം. വിശക്കണോ മാത്രമല്ല ഭയങ്കര തലവേദനയോ. തലവേദന എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ഡോക്ടറെ കാണണമെന്ന് വിചാരിക്കുക. എൻ്റെ കുട്ടിക്ക് പരിചയമുള്ള ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സൈനസിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഭയങ്കര തലവേദന. എനിവേ ലെറ്റ്സ് ഹാവ് ലഞ്ച്. ചോറ് കഴിക്കാം. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ട്. ഫിഷ് ഫ്രൈ മേടിച്ചു, കേര മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നൊരു വ്യത്യസ്തമായ വ്ളോഗാണ്. എന്റെ കുട്ടി എന്ത് പറ്റി? എന്റെ നടു ഒന്ന് വെട്ടി ഉളുക്കി. അങ്ങനെ കുറച്ച് ദിവസം നല്ല നടുവേദനയും. എന്റെ കൈയിന്റെ ശക്തി കൊണ്ട് ഞാൻ നടുവേദന മാറ്റി. അല്ലാതെ എന്റെ മരുന്നിന്റെ അല്ല. ഞങ്ങളൊരു 4 ദിവസമൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നടുവേദന നല്ലോണം കുറഞ്ഞു. ഹോസ്പിറ്റലൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ നടുവേദനയ്ക്കാണെങ്കിൽ ഈ അല്ല മരുന്ന് സജസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അല്ലെ. ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല നടുവേദനയും റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടായിരുന്നു. ഓൾറെഡി എൻ്റെ സ്പൈനിന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഈ ജിമ്മിലൊക്കെ പോയി കുറെ വെയിറ്റൊക്കെ വലിയിട്ടടിച്ച് അറിയാത്ത പ്രായത്തിൽ അങ്ങനെയൊക്കെ ചെറുതിന് അത്ലറ്റിക് ആക്ടിവിറ്റീസ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടുവൊന്നും അങ്ങനെ ശ്രദ്ധിക്കത്തില്ലല്ലോ നമ്മൾ. ഇപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു, ആക്ടിവിറ്റീസ് ഒക്കെ കുറയുമ്പോഴാണ് പല പെയിനുകളും വെളിയിലേക്ക് വരിക. അതുകൊണ്ട് നട്ടൽ എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ തായ്ലൻഡിൽ പോയിട്ട് ഒരു ഡീപ്പ് ടിഷ്യൂ മസാജ് അങ്ങോട്ട് ചെയ്തു. മതിലിനകത്തൊക്കെ വെറിട്ട് കുത്തിയിളക്കി മസിലും ഏതാണ്ട് എല്ലാം വെവ്വേറെ ആക്കുന്നു തോന്നുന്നു. എല്ലാം കൂടിയിട്ട് ഇങ്ങനെ അവിയല് പരിപാടി.
ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് എന്താ വ്ളോഗ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കണില്ല. കൊള്ളാല്ലേ നമ്മുടെ ഈ വീക്ക്ലി വ്ളോഗ്. ഇതാകുമ്പോൾ എനിക്കൊരു ഫുൾ ഷൂട്ട് ചെയ്യണം എന്നുള്ള സ്ട്രെസ് ഇല്ല. കുറച്ച് പീസസ് ആയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും പറ്റും. ഞാൻ രാവിലെ തന്നെ ചായ വെച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കുട്ടി രാവിലെ പള്ളിയിൽ പോയി. അപ്പോൾ ഞാൻ എനിക്ക് മാത്രമേ വയ്ക്കുന്നുള്ളൂ. നമ്മളിന്ന് ആക്ച്വലി കൊല്ലത്ത് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നപ്പോഴേക്കും പോകാനായിട്ട് പറ്റിയില്ല. എനിക്ക് ചായ കുടിക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ പതപ്പിച്ചിട്ട് കുടിക്കണം. ഇങ്ങനെ പതയില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു സംതൃപ്തി ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പതപ്പിച്ച് മാത്രമാണ് ഞാൻ ചായ കുടിക്കാറ്. ഓക്കെ, നിങ്ങളിൽ കുറച്ച് പേര് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഒരു റൂട്ടീൻ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ലൈബ്രറി കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈബ്രറിയിൽ ഏത് ബുക്കൊക്കെയാണ് സജസ്റ്റ് ചെയ്യണേന്ന്. ആക്ച്വലി ഞാൻ അത്ര വലിയ റീഡർ അല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒരു 1-2 വർഷമായിട്ടുണ്ടാവുള്ളൂ ഞാൻ വായിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഭയങ്കര അണ്ടകടാകമായിട്ടുള്ള അങ്ങനത്തെ എന്താണ് മീനിങ് എന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അങ്ങനത്തെ ബുക്കുകളൊന്നും പ്രതീക്ഷിക്കരുത്. എൻ്റെ കയ്യിൽ വളരെ സിമ്പിളായിട്ടുള്ള ബുക്ക്, ഒത്തിരി ബ്യൂട്ടി ബുക്സ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്, അതായത് റൂട്ട്സ് ആൻഡ് റേഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് മേടിക്കുന്ന ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്കെങ്ങനെ അറിയോ, നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഒരു സാധനം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വായിക്കുകയാണ്, ഇല്ലെങ്കിൽ കോൺവെർസേഷൻ കേൾക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്നിട്ട് ചിലപ്പോൾ പുതിയ ഐഡിയാസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുക്സ് വായിക്കാം. അപ്പോൾ ഇതിലുള്ള റെമഡീസ് ഒക്കെ കാണുമ്പോൾ ചില റെമഡീസ് കാണുമ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഒന്ന് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവുമല്ലോ, അതേ പ്രോപ്പർട്ടീസ് ഉള്ളതാണല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഫുള്ള് DIYs രീതിയിലുള്ള ബുക്ക് റെമഡീസ് ഒക്കെയാണ്. പിന്നെ അല്ലാതെ ഇങ്ങനത്തെ ഒരു ബുക്കുണ്ട്, ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ആമസോണിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിക്കാം. ഇതൊക്കെ ഓൾമോസ്റ്റ് ഞാൻ വായിച്ച് തീർത്ത കേട്ടോ. പിന്നെ ആ ബുക്ക് വായിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ബുക്ക് 2-3 ദിവസത്തിനുള്ളിൽ തീർത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആ ബുക്ക് തുടങ്ങില്ല. പിന്നെന്താ, ബ്യൂട്ടി അൺബോട്ടിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, സ്കിൻ റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ചിലതൊന്നും എനിക്ക് ഒത്തു പോകാത്ത രീതിയിലുള്ള ബുക്കുകളാണ്. പിന്നെ കുറേ പിന്നെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് തിരിച്ചു കൊടുത്തിട്ടില്ല. എത്ര രൂപ ഫൈനായി കാണുമെന്തോ. ഇത് ഒരു ആയുർവേദ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ആയുർവേദ എന്ന് കണ്ടപ്പോൾ മേടിച്ചത്, പക്ഷെ അത് കുക്ക് ബുക്കായിപ്പോയി. പിന്നെ റിട്ടേൺ പീരീഡ് കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് കൊടുത്തില്ല. പിന്നെ ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഒത്തിരി പഴയതാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിലെ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ അങ്ങനെ എപ്പോഴോ വെച്ചിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് എൻ്റെ തലയിൽ അതുണ്ടായിരുന്നു വെച്ചാൽ അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അപ്പോഴേ മുതൽ ഇതൊക്കെ വായിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് അങ്ങനത്തെ ബുക്കുകളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ മേടിച്ച് വയ്ക്കുമായിരുന്നു. ഇതൊക്കെ പഴയ ബുക്കാണ്. ഇത് ബ്യൂട്ടീഷ്യൻ്റെ ഒക്കെ എനിക്ക് അതിനോടൊക്കെ എനിക്ക് വല്ലാത്ത ഭ്രമം വന്നു. അപ്പോൾ അങ്ങനത്തെ പിന്നെ ഇനി കുറേ ആയുർവേദ ബുക്കുകളാണ് ഉള്ളത്. ആയുർവേദ ബ്യൂട്ടി കെയർ, ഇതൊക്കെ ആമസോണിൽ മേടിച്ചിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ബുക്ക്സ്. പിന്നെ ഞാൻ കുറച്ച് നോവൽസ് വായിക്കും കേട്ടോ. നോവലിൽ വായിച്ചാണ് എനിക്ക് വായിക്കണം എന്ന് തോന്നി തുടങ്ങി. നമ്മളെപ്പോഴും ബുക്ക് വായിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ടഫായിട്ടുള്ള വായിക്കണേക്കാട്ടിലും ബെറ്റർ നിങ്ങൾക്ക് വായിക്കുന്ന ശീലം കൂട്ടാനാണെങ്കിൽ നോവൽസൊക്കെ വായിക്കുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് വരെ നാണമായിരുന്നു കേട്ടോ നോവൽസ് വായിക്കുമെന്ന് പറയുമ്പോഴേക്കും. പക്ഷെ ഇപ്പം എനിക്ക് നാണല്ലേ വെച്ചാൽ അത് നമ്മളുടെ എന്താ പറയുക, നമുക്ക് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂട്ടാനായിട്ട് നല്ല. ഞാൻ കുറേ നോവൽസ് വായിച്ചിട്ടുണ്ട്. ഇത് വായിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കുഞ്ഞു ഈ ബുക്ക് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുള്ളതാവാം. ഇത് ഇപ്പോഴത്തെ പിള്ളേർ വായിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. എനിക്ക് തന്നെ വായിച്ചിട്ട് ഇതൊരു റിലേറ്റബിൾ ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഉണ്ടല്ലോ ഈ ബുക്കിനകത്ത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ട്വിസ്റ്റോടെ ട്വിസ്റ്റ്. ലാസ്റ്റ് നമ്മൾ വിചാരിക്കില്ലേ ഇതാണോ അങ്ങനെ. എനിക്ക് മുൻപേ അറിയില്ലായിരുന്നു കേട്ടോ. ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് സിനിമ കണ്ട പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവുമെന്ന് അറിയാം. പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ നമുക്കിങ്ങനെ ട്വിസ്റ്റുകൾ അങ്ങനത്തെ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇത് വായിച്ചതിന് ശേഷമാണ് എനിക്കങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ട്വിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. ഇതെന്തോ പണ്ടത്തെ ഒരു സീരിയലായിരുന്നു ഇത് ഞാൻ മേടിക്കാൻ ചെന്ന കടയിലെ ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞ കേട്ടോ. പിന്നെ ഈ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ, നമ്മുടെ മറ്റേ അശ്വതി ചേച്ചിയുടെ. ഇതിനകത്ത് പക്ഷേ കുട്ടി സ്റ്റോറീസാണ്. എനിക്ക് കുട്ടി സ്റ്റോറീസ് വായിക്കണേക്കാട്ടും ഇഷ്ടം കുറച്ചുകൂടി ഫുൾ എൻഡ് ഓൺ വായിക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ വായിച്ച സ്റ്റോറീസ് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തീർന്നു. എനിക്ക് കുറച്ചിങ്ങനെ നല്ല മീനിലുള്ള അങ്ങനെയാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഇത് ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ വായിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്, വായിച്ചില്ല. അഗ്നികിരീടം എന്ന് പറഞ്ഞിട്ടാണ്.
സമയം കിട്ടുമ്പോൾ ഇങ്ങനെ വായിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ രസമുണ്ടോന്നല്ല, പക്ഷെ അത് വലിയ പ്രശ്നമില്ലാത്ത. എനിക്കൊണ്ട് ഞാൻ ബുക്ക് മേടിക്കാൻ പോണ സ്ഥലത്ത് ചേട്ടന് ഇച്ചിരി പ്രായമുള്ളതുകൊണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് തരുന്ന ബുക്കൊക്കെ ഇങ്ങനത്തെ ബുക്കുകളാണ് തരാറില്ല. ഇതുണ്ട് കേട്ടോ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇടിപ്പടം കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടതാണ്. കാവൽമാട് അത് ഞാൻ 3-4 ദിവസം എടുത്തിട്ടാണ് വായിച്ചു തീർത്ത്. ഇടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മനസ്സിലായി നമ്മൾ സിനിമ മാത്രമല്ല ബുക്കും സ്കിപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ ഇടിഭാഗമൊക്കെ ഞാൻ മറിച്ച് കളഞ്ഞിട്ടാണ്. ഫുൾ ഇടി എന്ന് പറഞ്ഞാൽ ഇടി, ട്വിസ്റ്റ് മൊത്തം ട്വിസ്റ്റാണ്. അവിടെ ട്വിസ്റ്റ്, ഇവിടെ ട്വിസ്റ്റ്, മരിച്ചവൾ തിരിച്ചാണ് മരിച്ചതന്നെ, അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഭയങ്കര ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള സംഘർഷം നിറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ റീസെൻ്റ്ലി ഞാൻ ചെന്നപ്പോഴേക്ക് ചേട്ടൻ ഞാനിപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജ് വായിച്ചു കഴിഞ്ഞു, ഇനി വായിച്ചു തുടങ്ങുമ്പോൾ പറഞ്ഞു MTൻ്റെ ഈ ഒരു ബുക്ക് എടുത്ത് തന്നു. പക്ഷെ ഞാൻ വായിച്ചു തുടങ്ങിയിട്ടില്ല, വായിക്കണം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുക്ക്. പക്ഷെ അറിയില്ല എനിക്ക് എത്രയൊക്കെ വായിക്കാനുള്ളൊരു ഇതുണ്ടോ, സിമ്പിളായിട്ട് പെട്ടെന്ന് വായിച്ചു തീർക്കാനാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ബുക്കൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയും എൻഡിങ് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല, ഒരു സാഡ്നെസ് വരും എൻഡിങ്ങിൽ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ബുക്സ് വായിക്കാറുണ്ട്. നിങ്ങൾ എൻ്റെ വേറൊരു തലം കാണും. ഇങ്ങനെ ഹിമാലയം, ഏലിയൻസ്, പിന്നെ എന്താണ് ഇങ്ങനെ സ്പിരിച്വൽ അങ്ങനെയുള്ള ബുക്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ വായിക്കാറുണ്ട്. ഇതിനകത്ത് ഒരു ബുക്ക് വായിച്ചിട്ട് എനിക്ക് പിന്നെ ഇങ്ങനെ തോന്നി, എന്തിനാ ഞാൻ വീഡിയോസൊക്കെ ഇടണേ, എന്തിനാ ഞാൻ ജീവിക്കണേ, നമ്മൾ ജീവിക്കണത് തന്നെ വെറുതെ നമ്മളെ ശരീരമല്ലേ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയ ഒരു ബുക്ക് ഞാൻ കാണിച്ചായിരുന്നു. ഇത് എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് വായിച്ച് ഒരു പകുതിയോ കാൽഭാഗമോ വായിച്ചായിരുന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ അമർത്തി നിർത്തിയതാണ്. എനിക്ക് മനസ്സിലായി ഇത് വായിച്ചു കഴിയുമ്പോഴേക്ക് എനിക്ക് തോന്നും ഞാൻ എന്തിനാണ് ജീവിക്കണത്, നമുക്ക് ഈ ലക്ഷറീനെസ് ഒന്നും വേണ്ട, പൈസയൊന്നും വേണ്ട, അങ്ങനത്തെ. എനിക്ക് തോന്നുന്നു ഞാൻ ശരി എൻ്റെ നമ്മൾ ഇങ്ങനെ വീഡിയോസ് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു തോരപ്പിച്ചിട്ട് എനിക്ക് കുറവാണ്. എൻ്റെ സ്പോൺസർഷിപ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ ഒത്തിരി സ്പോൺസർഷിപ്സ് അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾ വായിക്കേണ്ട ബുക്കാണ്. ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാട് മാറും, നമ്മൾ വേൾഡിനെ കാണുന്ന രീതി മാറും, നമ്മളുടെ ഔട്ടർ അപ്പിയറൻസോ അല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു തുടങ്ങിയത് എന്തിനാണ് ബ്യൂട്ടി എന്നൊക്കെ. അങ്ങനെയൊക്കെ നമുക്ക് തോന്നും, ബ്യൂട്ടി അതെന്തിനാ, നമുക്ക് നല്ല ഡ്രസ്സോ നമ്മൾ വെറും ഒരു കീടമല്ലേ എന്നൊക്കെ തോന്നിപ്പോണ പോലത്തെ ഒരു ബുക്കാണത്. ഇത് ഞാൻ നിർത്തിയതാണ് വായിക്കണേ. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് വായിച്ചു തുടങ്ങാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വായിക്കാറുള്ള ഒരു ബുക്ക് ഞാൻ മേടിച്ചിരുന്നു, വായിച്ചിട്ട് എനിക്കൊരു പിന്നാക്കം മനസ്സിലായില്ല. അത് ഞാൻ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു. ഇവിടെ വരുമ്പോൾ എല്ലാവരും ആ ബുക്ക് കാണുമ്പോഴേക്കും അതന്നെ ഇത് ലെനയുടെ ഈ ഒരു ബുക്ക്. ഇതിന് മലയാളം എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇതെനിക്ക് വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല. ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് തോന്നുന്നു. എനിക്ക് ഇങ്ങനത്തെ ടോപ്പിക്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൊത്തിരി ഇങ്ങനത്തെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതെല്ലാം കുറച്ച് വയസ്സാവട്ടെ എന്ന് വിചാരിച്ച് വെച്ചിരിക്കാം, എന്നിട്ട് വേണം എനിക്ക് ഇത്തിരി ഈ ഭാഗത്തോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine.